ബഹുമാനികളെ, നിങ്ങളോട് ഞാൻ കുറഞ്ഞ സമയം കൊണ്ട് സംസാരിക്കുന്നത്, നമ്മൾ ഒരു കാറ് വാങ്ങുന്നുണ്ടെങ്കിൽ ആ കാറ് ബുക്കാക്കിയതിന് ശേഷം ഒരു കാറ്റലോഗ് ബുക്ക്, ആ ബുക്ക് എടുത്ത് നോക്കുമ്പോൾ ഈ കാറിനെ എങ്ങനെയാണ് യൂസ് ആക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിനെന്ത് പെട്രോൾ എടുക്കണം, അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ പാട്ട് കിട്ടിയത് വലിയ ഉപകാരമുണ്ട്. ഇതെടുത്ത് ഇത്തരാളിരിക്കും ഇറ്റാലിയൻ കൂടുതൽ അവരുടെ മുക്തി എന്ന് പറയും. അപ്പൊ എല്ലാ സാധനത്തിനും ഒരു കേരളത്തിൽ ഒരു മൊബൈൽ വാങ്ങുന്നതിനുള്ളിൽ ആ നിയമം അനുസരിച്ചിട്ട് അല്ലാണ്ട് ഈ മൊബൈലോ ഈ കാറോ ഒന്നും യൂസ് ആക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഈ മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരം ഒരുക്കത്തിലേക്ക് അല്ലാഹുവിനെ മനസ്സിലാക്കണമെങ്കിൽ അവന്റെ ശരീരത്തിനെ മനസ്സിലാക്കിയാൽ മതി. വേറെ ഒന്നും വേണ്ട. ഒരു കാതോ അല്ലെങ്കിൽ മൂക്കോ അല്ലെങ്കിൽ മറ്റുണ്ടായ ദ്വാരങ്ങളോ ഇതിനെ മനസ്സിലാക്കിയാൽ അല്ലാഹുവിനെ എത്ര മനസ്സിലാക്കും. ശരിക്കും മൂത്രിക്കുന്ന ഒരാള് പെട്ടെന്ന് രാത്രി മൂത്രം പോകുന്നില്ല, വേദന സഹിക്കാൻ കഴിയാത്ത വേദന, അത് മരിക്കുമ്പോഴത്തെ വിഷയമാണ് മൂത്രത്തിന്റെ കല്ലുണ്ടെങ്കിൽ. ആ ഒരു മൂത്രിക്കണമെങ്കിൽ മംഗലാപുരത്ത് പോകണം. അവിടെ ഇനിയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് ഈ മൂത്രത്തിലെടുത്ത് ശരിയാക്കിയിട്ട് വരുമ്പോൾ 5000 രൂപ ഇല്ല. ഇല്ലേ? എല്ലാവർക്കും സംശയമില്ലാത്ത വിഷയം ഇല്ല. എത്രയോ 5000 പോരാ, അധികം വേണ്ടി വരും. ഇങ്ങനെ എല്ലാത്തിനും വേണ്ടി നിനക്ക് അല്ലാഹു തആല നമ്മുടെ ശരീരത്തിനെ വെച്ചിട്ടുണ്ട്. ആ ശരീരത്തിനെ ഈ ദുനിയാവിലേക്ക് അയക്കുന്നതിന് മുമ്പ് തന്നെ ഒരു കാറ്റലോഗ് അയച്ചിട്ടുണ്ട്. ആ കാറ്റലോഗ് എന്തെല്ലാം ചെയ്യണോ അതിൽ ഏറ്റവും ചെറിയത് ഞാൻ പറയാം, വലുതെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ബിരിയാണി വയ്ക്കും. കല്യാണത്തിന് പോയിട്ട് ബിരിയാണിനെ വയ്ക്കുന്നില്ലേ? ഈ വെയിച്ചാല് അതിന്റെ പല്ലിന്റെ നമ്മുടെ പല്ലിനേക്കുള്ള ഇടയിൽ ഇറച്ചിന്റെ കഷ്ണം ഉണ്ടാവും. നിഷ്കാത്തിന്റെ ഇറച്ചിന്റെ കഷ്ണം ഉണ്ടാവും. ഇതിലേക്ക് എടുക്കുമുണ്ട് ഇസ്ലാം. അതെങ്ങനെ എടുക്കണം? അത് പല്ലിനേക്ക് കോലുകൊണ്ട് കുത്തിക്ക് എടുത്തെങ്കിൽ തുപ്പും എന്നിട്ട് ഞാൻ പാടില്ല. നാവ് കൊണ്ട് തന്നെ എടുത്താൽ അതിന് ഇതുങ്ങാം. ഇത്തരത്തോളം ഈ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അതാണ് ഞങ്ങൾക്കുള്ള പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ആ കിതാബ്. അതെല്ലാം വന്നിട്ടെല്ലാം ഓതുന്നുണ്ട്. ഓതുമ്പോൾ അതിന്റെ മാന അനുസരിച്ചിട്ട് അതിന്റെ മനസ്സിലാക്കണം. ആ നിനക്ക് ഓതണം. ഈ ഖുർആൻ ഒരു മുഅ്ജിസാത്താണ്. മുഅ്ജിസാത്ത് എന്ന് പറഞ്ഞെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 2 തരത്തിൽ മുഅ്ജിസാത്തിനെ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, ആ മുഅ്ജിസാത്തിനെ ആ നബി കാണിച്ചതിന് ശേഷം അത് തീർന്നു, പിന്നെ അതുണ്ടാകും. ഏതുപോലെ മൂസാ നബി അലൈഹിസ്സലാം സൂറത്ത് ത്വാഹ, മൂസാ നബി അലൈഹിസ്സലാം ഇങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോൾ ഭാര്യനും കൂട്ടിയിട്ട് വൈതെറ്റി പോയി രാത്രി. അപ്പൊ ഇയാള് പറഞ്ഞു, ഇനി ആനസ്തുനാറ, എനക്കവിടെ ഒരു പെടി കാണുന്നുണ്ട്, ഞാൻ അവിടെ പോയിട്ട് തീ എന്തെങ്കിലും ഇടുന്നതൊക്കെ എന്ന് പറഞ്ഞിട്ട് വന്നു. വരുമ്പോക്ക് മൂസാ നബി അലൈഹി സ്വലാമിന്റെ കയ്യിൽ ഒരു ബടിയുണ്ട്. ആ ബടിനെയാണ് പൊട്ടിപ്പിടിച്ചിങ്ങനെ വരുമ്പോ അള്ളാഹു ചോദിക്കുന്നു, അള്ളാഹുവിലേക്ക് 7 ഭൂമിന്റെ അടിയിലുള്ള ഉറുമ്പിന്റെ നടത്തത്തിനെ കൂടി കാണുന്ന കേൾക്കുന്ന ആ അള്ളാഹു ചോദിക്കുന്നു, മൂസ നിന്റെ ബലം കയ്യിൽ എന്താണ്? നിന്റെ കയ്യിൽ എന്തെന്നാണ് പറഞ്ഞിട്ടില്ല. നിന്റെ വലം കയ്യിൽ ഇവിടെ ഒരു മോതിരം ഉണ്ടായിരുന്നു. അപ്പൊ ആ മോതിരത്തിനെ പറഞ്ഞിരുന്നെന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് ബഡിനെ ഉണ്ട്. എല്ലാം പഠിച്ചോളൂ. ഇത് എന്റെ ബടിയാണ്. അതൊക്കെ ഇതിൽ ഞാൻ ഇങ്ങനെ ചാലം കുത്തി പേടിക്കും, ക്ഷീണം പിടിക്കുമ്പോൾ. ഇതുകൊണ്ട് ഞാൻ ചപ്പടിച്ചിട്ട് എല്ലായിടത്ത് പശുനിക്കും ആട്ടിക്കലിട്ട് കൊടുക്കും.
അത് മാത്രമല്ല വലിയ അതല്ലാതെ എത്രയോ പേർ ആവശ്യങ്ങൾ ഈ പടിയിലുണ്ട് എന്നാണ്. അപ്പൊ ആ മൂസാ നബിക്ക് അറിയാത്ത ഒന്നതിലുണ്ട്, അത് പറഞ്ഞിട്ടില്ല. അപ്പൊ അള്ളാഹു പറയുന്നത് പരിശുദ്ധ ഖുർആനാണെന്ന് അൽഖിഹായ മൂസ ബടി അങ്ങോട്ട് ഇടുന്നത്. ബടി അങ്ങോട്ട് ഇട്ടിട്ട് ഫൈദായി അയ്യത്തു തസ്അ, ഭയങ്കര ഒരു പാമ്പായിട്ട് കണ്ട്. അത് മൂസാ നബി അലൈഹി ഇസ്ലാം പിറ്റേന്ന് ഇട്ടാലാവുന്നത് അന്ന് മാത്രം. മനസ്സിലായില്ലേ? പിറ്റേന്ന് ആ പടിയിലിട്ടൊരു പാമ്പാവോ? എന്നിട്ട് പറഞ്ഞു ഈർഷത്തിലെത്തി തീ തേടിയോണ്ട് പോയില്ലേ. ബോധവും യദക്കൈല ജനായിക തഖ്റുജു ബൈദാഅ മിൻ ഗൈരി സൂ ആയത്ത് നോക്കുക. നിങ്ങൾ വലം കൈയിനെ തൊപ്പിന്റെ അടിയിൽ ഇങ്ങനെ വെക്കണം. ഇങ്ങനെ കേട്ട പറയുന്നത് കേട്ടല്ല, ഞാൻ പറയുന്നതിന് വേണ്ട പിന്നൊക്കെ കേട്ടാണ്. ഇങ്ങനെ വെക്കാൻ മതി. അതിനെടുക്കുമ്പോ നല്ല ടോർച്ച് കത്തുമ്പോൾ കത്തുന്നു. ആ ബലിയോട് കൂടെ പോയി. അങ്ങനെയാണ് അമ്പിയാക്കന്മാർക്ക് ഒരു വിഷയത്തിലെ കുടിച്ചു കൊടുക്കും, പിന്നെ തീർക്കുമാകും. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുത്ത ആ സാധനം അത് ഗൈറു മഖ്ലൂഖാണ്. റസൂലുള്ളാഹിക്ക് കൊടുത്ത മുഅ്ജിസാത്തായ ഈ ഖുർആൻ ഗൈറു മഖ്ലൂഖ്. അല്ലാഹു തആല ഭൂമിയിൽ പടക്കാത്ത സാധനം എന്നുള്ളത് ഏത്? ഏതെങ്കിലും ഒരു സാധനം ഉണ്ടോ? അറിയോ? അറിയോ? ഇല്ലെന്നറിയോ? ഇല്ല. അല്ല പടക്കാത്തതാണ് ഖുർആൻ. അവന്റെ കലാം അത് അല്ല പടച്ചതല്ല, അത് ഗൈറു മഖ്ലൂഖാണ്. ഗൈറു മഖ്ലൂഖ് ഇതിന്റെ പടക്കപ്പെടാത്തത്. ആ ബഹുമാനപ്പെട്ട ഖുർആൻ അള്ളാഹുവിന്റെ ദാത്തിൽപ്പെട്ടതാണത്. മനസ്സിലായ? അള്ളാഹുവിനെ എങ്ങനെ ഓരോ ആയത്ത് ചെയ്തിട്ട് ടൈപ്പാക്കിയിട്ട് അയച്ചതല്ല. ഗൈറു മഖ്ലൂഖ്. അല്ലെങ്കിൽ ഒരു കാലത്ത് ഇതിനെപ്പറ്റി ഭയങ്കര വിഷമുണ്ടായിരുന്നു. മഹാനായ മൂസാ നബി അലൈഹി സ്വലാമിന്റെ കാലത്ത്, അതിനുശേഷം ഹാറൂൻ റഷീദിന്റെ 2 മക്കളുണ്ടായിരുന്നു. ഖുർആൻ മഖ്ലൂഖാണെന്ന് പറഞ്ഞിട്ട് ഖുർആനെ പഠിച്ചത് പറ്റില്ല. പഠിച്ചിട്ടുണ്ടാക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ ദാത്തോട് ഉപയോഗിച്ചതല്ല. അപ്പൊ ഹാറൂൻ റഷീദിന്റെ ഒരു മകൻ ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി കൂട്ടിട്ട് വന്നു. ഖുർആൻ മഖ്ലൂഖാ ഗൈറു മഖ്ലൂഖാണ്. അയാൾ പറഞ്ഞു മഖ്ലൂഖല്ല ഗൈറു മഖ്ലൂഖാണ്. അങ്ങനെ അയാളെ കൊണ്ടിട്ട് ശിക്ഷിച്ചു. എത്ര ശിക്ഷിച്ചറിയോ? ഇയാളെ കമിച്ച് കടത്തി 2 ഭാഗത്തിൽ. ആര്? ഒരു മദ്ഹബിന്റെ ഇമാമാണ്, ഇമാം അബൂ ഹംബലി ഇമാം. കിടത്തി 2 ഭാഗത്ത് ഇയാൾ ഇങ്ങനെ ഒരടി അടിച്ച് തീർക്കുമ്പോ പിന്നെ ഒരാളടിക്കും, പിന്നെ ഒരാളടിക്കും. ഇങ്ങനെ അടിച്ചോണ്ട് ഉണ്ടായിരുന്നു. രാജാവിനെ അടിച്ചത് പിന്നെ നിർത്തിരടിക്കാൻ വേണ്ടി തുടങ്ങി. നിർത്തിരടിക്കുന്ന അവസരത്തിൽ അയാൾ ഉടുത്തതായിരിക്കുന്ന ആ പാൻറ് ഉണ്ടല്ലേ, അതിങ്ങനെ ജാതിക്ക് താഴോട്ട് വന്നു. അപ്പൊ അദ്ദേഹം ദ്വാരക്കുന്ന പഠിച്ചവനെ, എന്റെ ഔറത്തിനെ ഓർമ്മ കാണിച്ച പുറത്തെ എന്റെ ഔറത്തിൽ നീ സലാമത്താക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട ആ അഹ്മദ് ബിൻ ഹംബൽ ദ്വാരന്ന് പിന്നെ നിർത്തി അടി. കുറച്ചു കാലം കഴിയുമ്പോൾ ഇത് മഖ്ലൂഖാണ്, ഗൈറു മഖ്ലൂഖാണ്, പടക്കപ്പെട്ടതല്ല എന്ന് പറഞ്ഞിട്ട് എല്ലാ ആലിമ്യങ്ങളും സമ്മതിക്കുമ്പോൾ ഈ ശിക്ഷിച്ച ഹാറൂൻ റഷീദിന്റെ ഒരു മകൻ മരിച്ചിട്ടുണ്ട്, പിന്നൊരു മകനുണ്ട്. ആ മകനെ പറ്റിച്ച് മാപ്പ് ചോദിക്കാൻ വേണ്ടി അടിച്ചിരിക്കും. വളരെ മനസ്സിലാക്കും. ഈ അടിച്ചിട്ടില്ല, ഈ അടിച്ചതിനെ മാപ്പ് ചെയ്യാൻ വേണ്ടി വന്നു. എന്താന്ന് വെച്ചാൽ ഒന്നുമില്ല, നിങ്ങൾ പറഞ്ഞതാണ് ശരി, പക്ഷെ ആ ചെയ്തതിനെ എല്ലാം നിങ്ങൾ മാപ്പ് ചെയ്യണമോ, നമുക്ക് മാപ്പാക്കണമെന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു വാക്ക് പറയുന്നു. അത് വളരെ മനസ്സിലാക്കിയിട്ട് ഓർമ്മിച്ചു. എന്ത് പറഞ്ഞു? ഞാന് വലഭാഗത്തുള്ള ആൾ ഒരു അടി അടിക്കുമ്പോൾ അവന് ഞാൻ പൊരുത്തപ്പെട്ട് കഴിയും, ഇടഭാഗത്തുനിന്നോട് അടിച്ചിട്ടാകുമ്പോൾ ഇവരിപ്പോ ഞാൻ പൊരുത്തപ്പെട്ട് കഴിയും. ഇത്തരം അടിനെ ആ അടിച്ച ആ സമയത്ത് തന്നെ ഞാൻ പൊരുത്തപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്ന? അപ്പൊ അതെന്ത് നീ അടിക്കുമ്പോൾ പൊരുത്തപ്പെട്ടത്?
ഒരുമിച്ച് ഒന്നില്ല. അത് അബ്ബാസിയാക്കൾ ഒരു കൂട്ടർ, അവരെല്ലാം റസൂലുള്ളാഹിന്റെ കുടുംബത്തിൽ വന്ന കൂട്ടരാണ്. പിന്നെ അലിന്റെ ഭാഗത്ത് നിന്ന് ചില ആൾക്കാരെല്ലാം ഉണ്ടായവർ. ഇവർ ആ സമയത്ത് ആഖിറത്തിലേക്ക് എത്തുമ്പോൾ ഓരെന്നൊക്കെ അടിച്ചത് ഉൽമല്ലേ, എന്നെ ആക്രമിച്ചത്. ആ ഉൽമായിട്ട് ആദരവാക്കപ്പെട്ട റസൂലുള്ളാഹിനെ മഹ്ശറയില് അവരെല്ലാം നരകത്തിന്റെ ഭാഗത്ത് നിർത്തിയിട്ട് എന്നെ ഇങ്ങനെ നോക്കിയിട്ട്, നിന്നെ കൊണ്ടല്ലേ എൻ്റെ തങ്ങന്മാരായ കൂട്ടർ നരകത്തിലേക്ക് പോകേണ്ടി വരും എന്ന് തങ്ങളുടെ മനസ്സിൽ വിചാരം വന്നു പോകുമെന്ന് പറഞ്ഞിട്ട് അപ്പന്നെ ഞാൻ പൊരുത്തപ്പെട്ടു അറിയിച്ചത് മനസ്സിലായിട്ടേ. അപ്പൊ തങ്ങളെ കൽപ്പിന്റെ ഉള്ളില് വന്നിട്ടില്ല, അതിനെ പറ്റിയോട് സൂര്യത്തിലെ പോയി. പിന്നെ ഈ പേടി ഇയാൾക്കുണ്ടായത് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തെങ്കിലും വെറുപ്പ് വന്നുകൊണ്ടായിരുന്നു പേടിച്ചത്. അങ്ങനത്തെ ഒരു സാധനയാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ ഞങ്ങൾക്ക് അധികം പറയാൻ നോക്കുമ്പോൾ സാധിക്കുന്നില്ല. നിങ്ങൾക്ക് സാധിക്കാത്തവർ പങ്കിന് നിങ്ങൾ കുറിച്ച് വയ്യാത്ത വന്ന് വായിച്ച് പുറമകയൊക്കെ അത് കുല്ലുക്കും മസ്ഊലുൻ റഅയ്യത്തി, അവന്റെ റഅയ്യത്തിനെ പറ്റി അല്ലാഹു തആല ചോദിക്കും. അങ്ങനെ എന്താ ഇങ്ങനെ പറഞ്ഞത്? അങ്ങനെ പൊരുത്തപ്പെടിച്ച് അങ്ങനെയുള്ള ആ പരിശുദ്ധ ഖുർആൻ എന്നുള്ള ഒരു ഒറ്റ ഒരു ആയത്ത്, ആ ആയത്തിന് നിങ്ങളോട് പറയുന്നത് ഞാൻ എന്താണ് ആയത്ത്? എല്ലാവരും വെള്ളിയാഴ്ച ദിവസം ഖുതുബയിൽ ഉസ്താദ് ഓതുന്ന ആയത്ത് തന്നെയാണ്. എൻ്റെ കൂടെ ഓതി കൂലി കിട്ടും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി. ഇതാണ് ഈ ആയത്താണ് നിങ്ങളോട് ഞാനിപ്പോൾ പറയാൻ വേണ്ടി ഉദ്ദേശിച്ചത്. 10 മിനിറ്റ് തീർക്കും. ഈ ആയത്ത് ഉസ്മാൻ ബിൻ മദ്ഊൻ എന്ന് പറയുന്ന ഒരു സഹാബി ഉണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ പോകുമ്പോൾ റസൂലുള്ളാഹി പരന്റെ മുറ്റത്ത് ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്. ആ റസൂലുള്ളാഹി അവരെ വിളിച്ച്, അന്നാണ് ഇസ്ലാമായിട്ടില്ല, ഇങ്ങോട്ട് വാ, ഉസ്മാൻ ബിൻ മദ്ഊനെ ഇരിക്കുന്നവരെ. യഹൂദിയാക്കളോടും കാഫികളോടും എല്ലാവർക്കും റസൂലുള്ളാഹിക്ക് സമാധാനത്തിൽ പെരുമാറുന്ന ആളാണ്. ഇരിക്കാൻ പറഞ്ഞങ്ങനെ ഇരുന്നു. ഇരുന്നിട്ട് ഉടനെ റസൂലുള്ളാഹി ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കി, നല്ല നോട്ടം വെച്ചിരിക്കുന്നു. അയാളുടെ ഇങ്ങനെ നോക്കുന്നു, ഇതെന്ത് നോക്കുന്നു, മേലുന്ന് എന്തോ ഒരു സാധനം ഇറങ്ങിയിട്ട് വരുമ്പോലെയാണ് നോക്കുന്നത്. അങ്ങനെ ആ കണ്ണിനെ നാട്ടിയ സ്ഥലത്തേക്ക് റസൂലുള്ളാഹി എണീച്ചിട്ട് അവിടെ പോയി. ആടെ പോയിട്ട് കുറച്ച് നേരം ഇരുന്നു. എന്നിട്ട് അടുത്ത് വന്നു. വരുമ്പോൾ കയ്യിൽ ഒരു തോർത്തുണ്ടായിരുന്നു. ഈ തോർത്തിൽ ദശറപ്പിനെ ഇങ്ങനെ തോർത്തുകൊണ്ട് റസൂലുള്ളാഹി തന്നു. ഇബ്നു കസീർ തഫ്സീർ എടുക്കുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട പറഞ്ഞോന്ന് വെച്ചാൽ ഉസ്മാൻ ബിൻ മദ്ഊൻ രണ്ടാമത് വന്നിട്ട് അടുത്തിരുന്നു. ഉസ്മാൻ ചോദിക്കുന്നു, മുഹമ്മദേ, ഞാനിത് പോതാണ് നീ വിളിച്ച്, എന്നിട്ടോ നീ എന്നോട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഇങ്ങനെ നോക്കി ആടുന്ന് രണ്ടാമത് സ്ഥലത്ത് നിന്റെ നോട്ടത്തിന് നാട്ടിട്ട് വെച്ച് അവിടെ നീ പോയി കുറച്ച് ഇരുന്ന് രണ്ടാമത് വന്ന് എൻ്റെ വിഷമത്തിലുണ്ടാക്കി എന്ത് വിഷയമെന്ന് വെച്ചു. അപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാനോട് റസൂലുള്ളാഹി പറയുന്നത്, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഈതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി. ഈ ആയത്തിന്റെ ലാസ്റ്റ് വരേക്കും ഉസ്മാൻ ബിൻ അഫ്ഫാന് ഇതുപോലെ കൊടുത്ത റസൂലുള്ളാഹി. അപ്പൊ ഇതിലുള്ള വിഷയം നിങ്ങൾ വണ്ടിയിലേക്ക് കയറുമ്പോൾ കൊട കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ബില്ലിനെല്ലാം വെച്ചോളണോ? കാറിൽ പോകണമെങ്കിൽ മാടി കെട്ടിരിക്കാൻ പാടില്ല. ഈ ആയത്തുള്ള വിഷയം നമുക്കത് അറിഞ്ഞിട്ടില്ല. മാടി കെട്ടിരിക്കാൻ പാടില്ല. മറ്റവനിക്ക് നിന്റെ കാലിന് പ്രഷർ പവനിക്കായി പോകും. വീട് വലിക്കണ പാടില്ല. ബാത്റൂമിലേക്ക് പോയെങ്കിൽ രണ്ടാമത് മടങ്ങി വരുമ്പോൾ പിന്നെ ഒരാൾ പോകാനുണ്ട് എന്ന് മനസ്സിലാക്കി അതിനെ ക്ലീൻ ആക്കിയിട്ട് ബാത്റൂമിലേക്ക് വരുന്നു. ഇങ്ങനെയുള്ള മുഴുവൻ നമ്മൾക്കുള്ള നടപടിനെ ഈ ചെറിയ ഒരു ആയത്ത് കൊണ്ടിട്ട് അതിൽ ഇതാക്കി വെച്ചിട്ടുണ്ട്. ആ ആയത്ത് ബഹുമാനപ്പെട്ട
ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ കാലത്ത് മിമ്പറിൽ ഓതാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുവരേക്കും ഓതിയുണ്ട് അതേ ആയത്തിനെ, ഇതുവരേക്കും അങ്ങനത്തെ ഒരു ആയത്താണ്. ഇതിലുള്ളതായിരിക്കുന്ന വിഷയം ഇങ്ങനത്തെ വിഷയം മനസ്സില്ല. ഒരാൾക്ക് മുൻമ ചെയ്യാൻ പാടില്ല. ഇങ്ങനത്തെ എല്ലാ വിഷയത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുപോലെ തന്നെ അഖ്സം ബിൻ സൈഫി എന്ന് പറയുന്ന ആ മഹാൻ, ഇബ്നു കസീറിൽ പറയുന്ന ആ മഹാൻ അവിടുന്ന് രണ്ടാൾക്കാർ വന്ന് റസൂലുള്ളാഹിനെ അടുത്ത ഒരു രാജാവ് അയച്ച മദീനത്തിൽ ഒരാള് മുഹമ്മദ് എന്നൊരാളുണ്ട്, അദ്ദേഹത്തിന് അറിഞ്ഞിട്ട് പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ തന്നെ റസൂലുള്ളാഹിനെ അറിയുന്നു. പരിചയമില്ലാത്ത ആർക്കും റസൂലുള്ളാഹിനെ മനസ്സിലാകുന്നു, ഇത് റസൂലാണെന്ന്. ആ കൂട്ടത്തിൽ ഇരുന്നാൽ അതാണ്. കാരണം എന്നിട്ടാകുമ്പോൾ തങ്ങളുടെ മുഖത്തിന്റെ കളറും എല്ലാം ഹദീസിൽ ശമായിലത്തും മുതൽ മുഴുവൻ റസൂലുള്ളാഹിന്റെ കാൽ മുതൽ തല വരെക്കുള്ള എല്ലാ കാര്യത്തിനും പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാവും. ഒരു ഹദീസിലുണ്ട്, ഒരു മയ്യത്തിനെ ഖബറിൽ കൊണ്ടേറ്റ് വെച്ചാല് മുൻകറും നക്കീറും അലൈഹിസ്സലാത്തു സലാം രണ്ട് മലക്കുകൾ വരും എന്ന് നമ്മൾ പഠിച്ചിട്ടില്ല മുമ്പ് തന്നെ. കുറച്ചാൾക്ക് ഡൗട്ട് വരുന്നുണ്ടല്ലേ, അതെല്ലാം ആയിട്ടിരിക്കലാണ്. ഉദാഹരണത്തിനുള്ള സമയം എന്നൊരു വെള്ളിയാഴ്ച എന്ന് ഞാൻ പറഞ്ഞു വെച്ചത്. മുൻകർ നക്കീർ, ആ മുൻകർ നക്കീറും ഖബറിന്റെ ഉള്ളിൽ വന്നിട്ട് ചോദ്യം ചോദിക്കും. ചോദിച്ചതിന് ശേഷം ഇങ്ങനെ കാണിക്കും മുൻകർ, മാ തഖൂലു ഫീ ഹാദർ റജുൽ അല്ലദീ ബുഇസ ഫീകും, നിങ്ങൾക്ക് യാത്രയാക്കിയവരാണാണ്, അയാളെ പരിചയമുണ്ടാന്ന് ചോദിക്കും. ഇങ്ങനെ നോക്കുമ്പോൾ ഇയാൾ പറയുന്നത് ഇയാൾ പരിചയമുണ്ട്. ഏടുന്ന പരിചയപ്പെട്ടത് മദ്രസയിൽ 2ാം ക്ലാസ്. അങ്ങനത് ആ മദ്രസയിലുള്ള ഉസ്താദന്മാർ റസൂലുള്ളാഹിന്റെ ഔസാഫുകളുടെ മുഴുവൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഉസ്താദ് ഇന്നലെ രാത്രി നോക്കാം, നാളെ അബ്ദുൽ ഖാദർ ജിന്നകൾ വരുന്നു, തലയിൽ കെട്ടും കണ്ണാട്ടിൽ ഷാലിട്ട് കമ്മീസിലിട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ വരുമ്പൊക്കെ എല്ലാവരും അറിഞ്ഞില്ലേ ഇത് റസൂലാണ് അബ്ദുൽ ഖാദറാണെന്ന് അറിഞ്ഞില്ലേ. അതുപോലെ റസൂലുള്ളാഹിനെ എല്ലാ കുട്ടികൾക്കുള്ള കൽബിന്റെ ഉള്ളിലേക്ക് അതിനെ കൊടുത്തിട്ടുണ്ടോ അല്ലാഹു. അതിനെ നോക്കിയപ്പോൾ മുഹമ്മദ്, ഇത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ആയത്തിൽ അല്ലാഹു ഇറക്കി കൊടുത്തതിന്റെ ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അതിൽ നിന്ന് മറക്കാൻ തുടങ്ങിയ സുഖമില്ലാത്തത്. ഏതായിട്ട് ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, ആ ആയത്തിലുള്ള വിഷയങ്ങളെല്ലാം ഞങ്ങൾ പഠിക്കണം. ഇതാണ് ഖുർആനിലുള്ള ഒരു ആയത്ത്. ഈ ആയത്തിനുള്ളിൽ എല്ലാത്തിനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഒന്നും ബാക്കിയായിട്ടില്ല. എത്രത്തോളം 2 ഭാര്യമാർ ഒരാൾക്കുണ്ടെങ്കിൽ ചെയ്യണം. അതുപോലെ മക്കളെ 4 മക്കളുണ്ടെങ്കിൽ ആ മക്കൾക്ക് ഒരുപോലെ ഇൻസാഫ് ചെയ്യണം. ഇതെല്ലാം ഖുർആൻ പറഞ്ഞു. അതോടുകൂടെ അവർക്കുള്ള വയറ്റിലേക്ക് കൊടുക്കുന്ന ഫുഡ് ഉണ്ടല്ലേ, അതും നല്ല ശുദ്ധിയായ ഫുഡ് കൊടുക്കണം. ഏതും പറ്റൂല, ഏതെങ്കിലും കൊടുത്തെങ്കിൽ ആ മനുഷ്യൻ നന്നാവില്ല. ബഹുമാനപ്പെട്ട ഇമാമുൽ ഹറമൈൻ എന്നൊരാളുടെ വലിയ ആലിം, അദ്ദേഹം ഒരു വാദപ്രതിവാദത്തിന് വേണ്ടി പോയി. അയാളുടെ ശിഷ്യന്മാർ ഇങ്ങനെ കൂടിയിരുന്നു. ആ വാദപ്രതിവാദത്തിന് പറഞ്ഞിട്ട് സംസാരിച്ചിട്ട് ഇയാളെ തോറ്റുപോയി. ഇമാമുൽ ഹറമൈൻ മനസ്സിലെന്താ, ഇമാമുൽ ഹറമൈൻ തോറ്റുപോയി. അപ്പൊ ശിഷ്യന്മാർക്കാണ് ഇടയ്ക്കൊന്നും പറയാൻ പറ്റില്ലല്ലേ, ഇടയ്ക്കൊന്നും പറയാൻ പറ്റാണ്ട് നമുക്ക് എല്ലാം ഹൈറാനായിപ്പോയി. ഇയാൾ തോറ്റിട്ട് അയലോട്ട് വന്നു. എന്നിട്ടാവും ശിഷ്യന്മാർ ചോദിച്ചു, എന്ത് ചെയ്തത്, നിങ്ങൾക്ക് സംസാരിക്കാനേ കഴിഞ്ഞില്ലല്ലേ, വിറച്ചു പോയ കടികൾ എന്തുകൊണ്ട് തീർന്നു. അപ്പൊ അയാളൊരു ചരിത്രം പറഞ്ഞു, മക്കളെ, എന്റെ ഉമ്മ എന്നോടൊരു ചരിത്രം പറഞ്ഞിട്ടുണ്ട്. എന്തത്? ഞാൻ ഒരു മാസത്തിന്റെ കുട്ടിയായിരിക്കുന്ന ആ കാലത്ത് എൻ്റെ ഉപ്പയുടെയോ ദീനിന്റെ ആവശ്യത്തിന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യത്തിന് സഫർ പോന്നു. ആ സഫർ പോകുന്ന അവസരത്തിൽ ഈ കിടാവിന് ഇയാളെ സാധനം കെട്ടാക്കുമ്പോ കുട്ടി കരഞ്ഞോണ്ടായിരുന്നു കഴിച്ചിട്ട്. അങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോൾ കുട്ടീൻ്റെ കരച്ചിൽ നിന്നു. അങ്ങനെ ഉമ്മ നേരെ തിരിഞ്ഞിട്ട് വരുമ്പോ
ബഹുമാനപ്പെട്ട ഇമാമുൽ ഹറമൈൻ മാസത്തിനെ കുട്ടി വരുമ്പോൾ അപ്പുറത്തെ വീട്ടിലുള്ള പെണ്ണുങ്ങൾ മാല കൊടുക്കുന്നു. ഈ കുട്ടി ഒരു മാസത്തിൽ ഇമാമുൽ ഹറമൈൻ മല കൊടുക്കുന്നു. ഈ മല കൊടുക്കുന്നത് കാണുമ്പോൾ ഭർത്താവോട് പറഞ്ഞ് അപ്പുറത്തെ പേരൻ്റെ കിടാവ് ആണ് മല കൊടുത്തിട്ടുണ്ട്. ഉടനെ പോയിട്ട് പാപ്പ വായിക്ക് കൈക്ക് കാറിച്ച് കളഞ്ഞത്, വായി തട്ടെടുത്തിട്ട് ക്ലീനായി. ഇതിപ്പോ എനിക്കൂടെ തോറ്റത് അത് പഴത്തേക്ക് പോയിട്ടാവാൻ വേണ്ടി ഒരു അംശം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവട്ടെ, അതാണ് എനിക്ക് എഫക്റ്റ് ആയതുകൊണ്ട്. അപ്പൊ ഞമ്മ പച്ച നിക്കീസ് നിൽക്കുന്നത് മാനകത്തെ പിന്നെ ഹറാമിൻ മുളച്ചു വന്നെങ്കിൽ അത് ഹറാമിന്. അപ്പൊ നമ്മുടെ മക്കൾക്ക് ഞങ്ങൾ കൊടുക്കുന്ന ആ ഫുഡ് നല്ല ഫുഡായി തീർന്നാൽ അവർക്ക് അഹരാക്ക് സ്വഭാവങ്ങളെല്ലാം നന്നായി കിട്ടും. അവർക്ക് വേണ്ടാത്ത കാര്യങ്ങളൊന്നും കിട്ടില്ല. ഒന്ന്. രണ്ടാമത് ഇൽമിന്റെ അഹരിക്കാരോട് വളരെ ബന്ധം വെക്കണം. ഇൽമിന്റെ അഹരിക്കാരോട് ബന്ധം വെച്ചെങ്കിൽ പലതരത്തിന്റെ ഇൽമുകളും കിട്ടും. ഞാനിപ്പോൾ ഒരു മസ്കര ചോദിക്കുന്നുണ്ട്, എനിക്ക് ഉത്തരം പറയാനായിരുന്നു. ഒരു കിതാബിൽ പറയുന്നത് ഭാര്യനെ ഭർത്താവിനെ ഭാര്യയും പഠിപ്പിക്കാം. ഭാര്യ മയ്യത്തായെങ്കിൽ മയ്യത്ത് പഠിപ്പിക്കുന്ന ഭാര്യ ഭർത്താവിനെ പഠിപ്പിക്കാം, ഭർത്താവ് ഭാര്യനെ പഠിപ്പിക്കാം. ഭർത്താവ് ഭാര്യനെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാണ് ഭാര്യനെ പഠിപ്പിക്കുന്നാണ് കിതാബിൽ പറയുന്നത്. ആ പെണ്ണ് മോന്റെ ഭാര്യ ഉണ്ടല്ലേ, പിന്നെ ഒരുത്തന്റെ ഭാര്യയാണെങ്കിലും ശരി, അതാണ് ഭാര്യനെ ഭർത്താവിനെ ഭാര്യ പഠിപ്പിക്കുന്നു. എന്നിട്ട് പിന്നെ ഈ പെണ്ണ് പിന്നെ ഒരുത്തന്റെ ഭാര്യയാണെങ്കിലും ശരി പഠിപ്പിക്കാം എന്ന് കിതാബിൽ കാണുന്നു. ഈ കിതാബ് ഞാൻ പഠിച്ചിട്ട് എന്താണ് ഏത് അതിന് കുറച്ച് മനസ്സിലായിരുന്നു. ഈ ചോദ്യത്തിന് ആരും പറയുന്നു. അയാളുടെ ഭാര്യയായി പറഞ്ഞ മനസ്സിലായ ഒരു പെണ്ണുങ്ങൾ ഗർഭിണിയായിരുന്നു. ആ ഗർഭിണിയായ പെണ്ണുങ്ങൾ പ്രസവിച്ചു. എത്ര മണിക്ക്? 9 മണിക്ക് പ്രസവിച്ചു. 9:30 മണിക്ക് ഭർത്താവ് മരിച്ചു. 9 മണിക്ക് പ്രസവിക്കലോടുകൂടെ ആ പെണ്ണുങ്ങൾക്കുള്ള യുദ്ധ തീർന്നു. അതാണ് ഖുർആൻ പറയുന്നത്. എന്നെങ്കിൽ ഈ മുന്നത്തെ ഭർത്താവിനെ കുളിപ്പിക്കാൻ മസ്കരങ്ങനെ ഉണ്ട്. അതല്ല ചില ആവശ്യം വരുന്ന അവസരത്തിൽ മാത്രം, എപ്പോഴും അങ്ങനെ ആക്കണമെന്നില്ല. ഇങ്ങനെയുള്ള ആ ഇൽമു പഠിക്കണമെങ്കിൽ അൻവാറുൽ ഇസ്ലാം മദ്രസയുടെ ഉസ്താദ് ഞാൻ വന്ന് കണ്ട് അധികം സംസാരിക്കാനും ആഫിയത്തില്ലാത്തതുകൊണ്ട് ഏതെങ്കിലും കുറച്ച് സമയം വിഷയം പറയാൻ നോക്കുന്നു കഴിയും. ഏതെങ്കിലും ഉസ്താദ് നല്ല ഒരു റസൂലുള്ള ആളാണ്. ഒരു സ്ഥലത്ത് ഒരു ഉസ്താദ് നിൽപ്പിച്ചെങ്കിൽ ചില നാട്ടിലെ കമ്മിറ്റി 2 കൊല്ലത്തിൽ നിൽക്കാൻ കഴിയില്ല. അങ്ങനെ ആക്കാൻ പാടില്ല. ഓരോ ഉസ്താദന്മാർ കുറേ കാലം വരെ ചെയ്യുന്നത്. ഞാൻ 23 കൊല്ലം വരെ പഠിക്കണ്ടേ പറ്റാറ് മാറിയില്ല. ഒരു വക്ത് ഫോർത്തായിട്ട് അസംസ്കാരത്തിൽ പോയിട്ട് എത്തണമെങ്കിൽ ഫ്ലൈറ്റിൽ പോയിട്ട് അപ്പൊ നിങ്ങൾക്ക് ശമ്പളത്തിന് നിങ്ങളുടെ ശമ്പളം തെറ്റും. അപ്പോൾ ഒരേ പള്ളിയിൽ ഒരേ ഉസ്താദന്മാർ അതേപോലെ ഒരേ മുത്താലിമ്യങ്ങൾ പഠിച്ചിട്ട് പോയാൽ ഇപ്പൊ ഈ കുട്ടികളെല്ലാം ഓർമ്മയുണ്ടല്ലേ. ഞാനിങ്ങനെ തമ്മിൽ പറഞ്ഞ് അനുഷ്ഠിക്കുന്നില്ലല്ലോ. 2 മിനിറ്റ് പറഞ്ഞാണ് ദിവസത്തിനെ പറ്റി പറയണം. ഈ കുട്ടികൾ നമ്മളെ പറയുന്ന അട്ടിയാർക്കുന്നു അവിടെ കിണർ എപ്പോഴും മണ്ണ് വീഴുന്നു. അതിനെ ചേറെടുക്കാൻ വേണ്ടിയിട്ട് ബോയിക്കാനാണ് വിചാരിക്കുന്നത്. അറിയാ ബോയിക്കാനറിയില്ല. ആ ബോയിക്കാനിലെ കുഞ്ഞാവാന്ന് പറഞ്ഞ ഒരുത്തന് ഈ ചേറെടുക്കാൻ വന്ന് ഒരു 4-5 ആളുണ്ട്. അതിൽ ഒരു കറുത്ത മനുഷ്യനാണ്, സുഡാനിയെ പറ്റി കാണുന്നു. അയാളെ ഉപ്പ വിളിച്ചിരുന്നു, നീ മണ്ണെടുക്കാൻ വേണ്ട, നീ കുളിച്ച് പള്ളിക്ക് ഓതാൻ പോകുന്നു. മണ്ണെടുക്കാൻ വന്നാണ്. അങ്ങനെ പള്ളി പോയി
പിന്നെ ഒരു ഉള്ളാളത്തെ സൈറ്റിൽ നിന്ന് ഉള്ളാളത്തെ ഹത്തീബിൻ്റെ മോളെ കെട്ടി ഞാൻ ഈയിടെ വീട്ടാകുമ്പോൾ ഒരാളെ കാണുന്നു എനിക്ക് ഇങ്ങനെ നോക്കാൻ പോയി തന്നെ കണ്ടുപോകാം നേരത്തെ നാടയുടെ ഉള്ളാളത്ത് ഉപ്പാൻ്റെ പേരെന്തെന്ന് എൻ്റെ പോയി കണസ്ഥാന മോനെയാണ് അയാൾക്ക് ഭക്ഷണം കൊടുത്ത ആ പരക്കാർക്ക് എത്ര പേര് സവാബ് കിട്ടും, എത്രയോ സവാബ് കിട്ടും. അങ്ങനെ ഈ മുത്താലിമ്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയാണ് ഞങ്ങളുടെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരുടെ പരിചയം അറിയില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ വാലി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്കെല്ലാം നാഫിയായ അല്ലാഹു തആല ഈ ഓതിയ ആയത്തില് ഓതിയ ആയത്ത് 52 കൊല്ലത്തിന് മുമ്പ് തെരുവത്തെ പള്ളിയിൽ കാസർഗോഡ് പുത്തപ്പള്ളിയിൽ ആട് സുഖപുര ഉസ്താദ് എന്നൊരാളുടെ വലിയ മരിച്ചിട്ടുള്ള അയാൾ ഉറുദി കേട്ട ഉറുദിയാണ് ഞാൻ പഠിച്ചിട്ട് കിതാബെന്ന് നോക്കി തർക്കിക്കാക്കിയിട്ട് പല സ്ഥലത്ത് ഇങ്ങനെ തന്നെ നാഫിയത്തുന്നെങ്കിൽ നല്ല സ്ഥലത്ത് ഞാൻ പറയുന്നത് അന്ന് ഞാൻ കേട്ട വേദാണ്. ഇന്ന് നിങ്ങൾ കേട്ട വേദം അങ്ങനെ ഉണ്ടെന്ന് നോക്കും. ഇന്ന് നമ്മൾ കേൾക്കുന്ന വേദം വ്യത്യാസമുണ്ട്. ഇന്ന് ഒരു കമ്മിറ്റി മീറ്റിംഗ് ആക്കുമ്പോൾ തന്നെ തീരുമാനിക്കുന്ന ഇന്ന് നമ്മൾ വേണ്ട ഇതോട് പറയുന്നു. എന്ത് പറയുന്നത്? ചീത്ത പറയുന്നു, നല്ലത് പറയുന്നല്ല. അപ്പം അയാളെ കൊണ്ടുവരാം. അങ്ങനെ അയാളെ കൊണ്ട് തന്നെ ചീത്ത പറയാൻ വേണ്ടി അയാളിൽ നിന്നിട്ട് മറ്റുണ്ടായ ആര്യങ്ങൾ ദൈവത്തും നമീമത്തും അവർ ഫതിയത്താക്കുന്ന വിഷയങ്ങളെല്ലാം പറയുന്നു. ഇതുകൊണ്ടിട്ടെന്തായി നമ്മളെ ചെറിയ കുട്ടികളെല്ലാം ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങി എന്ത് വിഷയമാണ് അവർ ഇങ്ങനെല്ലാം പറയുന്നല്ലേ എന്ന് പറഞ്ഞിട്ട് എന്തെല്ലാം വേണ്ടാത്തത് തട്ടിലേക്ക് വന്നു. നമ്മൾ വളരെ ജാഗ്രതാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വജൂദിനെ പറ്റി നമുക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ട് എന്നുള്ളതിൽ വെറും കള്ളത്തര വിശ്വാസം. അല്ലാഹു തആല ഉണ്ട് എന്ന് എനിക്ക് ദലീല് ഒരു പൊത്തുണ്ടാണ്. ആ പൊത്തിൻ്റെ ഉള്ളിലേക്ക് ഒരു പാമ്പ് പോയി. ആ പാമ്പ് പോയതിന് ഇയാൾ കണ്ടില്ല, വേറെ ആരും കണ്ടിട്ടില്ല. അത് വൈകിട്ട് പോയത് ആരെ കണ്ടിട്ടില്ല. പാമ്പിൻ്റെ ഉള്ളിലേക്ക് പോയി. ഇയാളെ വിളിച്ച് പറഞ്ഞിട്ട് ഒരു പാമ്പ് വന്നിട്ടുണ്ട്. രണ്ട് പൊത്തിൻ്റെ ഉള്ളിലേക്ക് പോയി. അവർ കൈയിട്ട് നോക്കുന്നു, നിങ്ങൾ കൈയിട്ടു. ഇയാളിടോ നാട്ടുകാർ ആരെങ്കിലും ഇടോ ഉണ്ട്. അതുപോലെ തന്നെ അതുപോലത്തെ ഇന്നത്തെ ആഫിയത്തില്ല. ഈ ആഫിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ നമുക്ക് നിങ്ങൾക്ക് ആഫിയത്തിലൊക്കെ നിങ്ങൾ കിട്ടുന്ന കയ്യിൽ നിന്ന് പൈസ ചിലവാക്കിയിട്ടേ വരുന്നത്. കാറിൻ്റെ പെട്രോളിന് പൈസ വേണം. പിന്നെ 20 മിനിറ്റ് ഇങ്ങനെ സംസാരിച്ചത് ഇതിൽ ആയിരിക്കും എനിക്ക് ഞാൻ പറഞ്ഞതിൽ കച്ചകെട്ടിൽ കാറിലിരിക്കുമ്പോഴും ചിലപ്പോൾ ഓർമ്മയാവാനും മതി. അവരാച്ചാണ് പറഞ്ഞത്. അതുകൊണ്ട് അപ്പോൾ ഞങ്ങളൊക്കെയും കൂട്ടത്തിൽ പിടിച്ചിട്ട് നല്ല വിശലാസിൻ്റെ ആൾക്കാരാക്കി തീർക്കട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. يا رب